ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്, പനീർ ചട്പട്ട. ഇപ്പം നമുക്ക് നോമ്പൊക്കെ ആയല്ലോ, അപ്പം നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പനീർ ചട്പട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ 400 ഗ്രാം പനീറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പനീർ ഇങ്ങനെ ക്യൂബ് സൈസിലാക്കി എടുക്കണേ. 400 ഗ്രാം ഉണ്ട് ഇത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. പേസ്റ്റ് എടുക്കല്ല, ചതച്ചതേ എടുക്കാവുള്ള. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചക്കുത്തൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 സവോള പൊടിയായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും ഒക്കെ വഴന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി പൊടിയായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുക. ഈ മസാലയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ പനീറൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം. ഇത് 400 ഗ്രാം പനീറുണ്ട്. ക്യാപ്സിക്കം ഒക്കെ ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതാണ്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തക്കാളി പേസ്റ്റിൻ്റെ റോസ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പനീറിപ്പോൾ ഒരു ഹാഫ് ഗ്രില്ലായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഈ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത്, 1 സവോള അതും മീഡിയം സൈസിൽ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത്. നമുക്ക് ഒന്നും കൂടി ഇത് ഗ്രില്ലാക്കി എടുക്കാവേ. പനീറും ക്യാപ്സിക്കവും സവോളയും. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ആ പച്ചക്കുത്ത് മണമൊക്കെ മാറിയിട്ടുണ്ട്. എണ്ണയൊക്കെ അതിൽ നിന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ആയിട്ട് വഴന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് 4 സ്പൂൺ നല്ല കട്ട തൈര് എടുക്കണേ. ലൂസായി പോകല്ലേ, നല്ല കട്ട തൈര് 4 സ്പൂൺ. നമ്മുടെ പനീറും ക്യാപ്സിക്കും ഒക്കെ ഗ്രില്ലായിട്ടുണ്ട് നന്നായിട്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പൊക്കെ പാകത്തിനായും നോക്കണം. ഇനി നമുക്ക് ഈ ഗ്രില്ല് ചെയ്ത ക്യാപ്സിക്കവും സവോളയും പനീറും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് നമുക്കൊന്ന് മസാലയിലൊന്ന് പൊതിഞ്ഞെടുക്കാവേ. നമ്മൾ ഈ കറിക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളത്തിന് പകരമാണ് നമ്മൾ തൈര് ചേർത്ത്. നമ്മൾ വെള്ളമൊന്നും ഈ കറി ചേർക്കുന്നില്ല. ഇത് മസാലയും നന്നായിട്ട് പുരണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ഇതായിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലോട്ട് ഒരു പിടി മല്ലിയില, ഇനി ഈ സമയം നമുക്ക് ഒരു നുള്ള് കസ്തൂരി മെത്തി അതിങ്ങനെ നമ്മുടെ കയ്യിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മി ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് വീണത്. കസ്തൂരി മേത്തി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ്. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. കസ്തൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ കറിക്ക് ആ നോർത്ത് ഇന്ത്യൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അറിയാൻ പറ്റുന്നത്. നമ്മുടെ പനീർ ചട്ട്പട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഇതെന്താണെങ്കിലും ഇഷ്ടപ്പെടും. പിന്നെ ചപ്പാത്തി, പൊറോട്ട, നാനൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് പൊറോട്ടയുടെ കൂടാണ് സെർവ് ചെയ്യുന്നത്.